ദുബായിൽ നിന്ന് കുഞ്ഞയമത് തെറിയുമായി വന്നു. ഇന്ന് വായക്കാട് തീ കൊളുത്തിടും തെറിയുടെ, ഇന്ന് വായക്കാട് തീ കൊളുത്തിടും. ദുബായിൽ നിന്ന് തെറിയുമായി കുഞ്ഞയമത് വന്നു. ഇന്ന് വായക്കാട് തീ കൊളുത്തും തെറിയുടെ, ഇന്ന് വായക്കാട് തീ കൊളുത്തും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇങ്ങനൊരു പാട്ടും കേട്ടു കൂട്ടത്തിൽ തെറിയൂർ കുഞ്ഞമ്മദ് വരുന്നുണ്ടെന്നും കേട്ടപ്പോൾ സ്വാഭാവികമായും 5 വയസ്സിൻ്റെ ബുദ്ധിയില്ലാത്ത ഈ ചങ്ങായി വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പച്ചത്തെറി പറയുന്നുള്ള പ്രതീക്ഷയിൽ ഞാനും ആ പരിപാടി ഒന്ന് കേട്ടു നോക്കി. അപ്പോൾ അയാൾ പറഞ്ഞത് നമ്മളെ പ്രതീക്ഷ ഒന്നും തെറ്റാത്ത രൂപത്തിൽ പച്ചത്തെറി തന്നെ. ഇവൻ വല്ല മശായിഖിൻ്റെ മോനായിട്ട് വേറെ ഉള്ളവരൊക്കെ അസഭ്യ ഭാഷയിൽ സംസാരിക്കുക, എന്നിട്ട് ഇവല്ലാത്തത് ആളില്ലാത്ത ഗോഷ്ഠിക്ക് ഓളടിച്ചു പോകുന്നു. അതാ ഇവൻ പറയുന്നത്. ഇവൻ ഗ്ലോബൽ വില്ലേജിൽ ഷെയ്ഖിനെ പിന്താങ്ങിയിട്ട് ഷെയ്ഖ് പോകുന്നതിൽ പോയപ്പോൾ ഇവിടെ ആളില്ലാത്ത ഗോഷ്ഠാണ്. അപ്പോൾ ഇവിടെ ആ നെച്ചരി മാതിരിയുള്ള കണ്ണും മോറുള്ള ആ ചങ്ങ ഉണ്ടല്ലേ സമ്മതും പമ്പേസ് മൂല, അതുപോലെ ഇങ്ങേപ്പുറത്ത് ഒതുക്കങ്ങൾ നൗഷോന്തോ, ഇവരൊന്നും ഗോഷ്ഠിലല്ല നിൽക്കുന്നത്. ഇവരെന്നുള്ള ഇപ്പം പരിഗണിക്കണില്ല. ഇവല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ആളില്ലാത്ത പോസ്റ്റിക്ക് ഗോളടിച്ചു വന്നു. വല്ലാത്ത ജാതി. കുരുവട്ടൂരിസം എന്ന് പറയുന്ന ആ കളിയുടെ മൊത്തം കാവൽക്കാരൻ്റെ അതാണ് ഇപ്പോൾ ഏറ്റുകൊണ്ടിരിക്കുന്നത്. ഇവനെ കൊണ്ടിത് പറയിപ്പിച്ചതും ചേക്കുട്ടിമാരായിരിക്കും. മശായിഖന്മാരുടെ വാക്കനുസരിച്ചാണല്ലോ സംസാരിക്കാറുള്ളത്. നമ്മളൊന്ന് കേട്ടോക്കാം. മശായിഖന്മാരെ മക്കളെ ഇരുത്തേണ്ടിടത്തിരുത്താൻ പിശാച് മൗലവിയായ മുസാവറയിലെ ചെക്ക നീയല്ല. നീ 1000 ജന്മം ജനിച്ചാലും ഈ സമൂഹത്തെ, ഈ പ്രിയപ്പെട്ട ഉമ്മത്തിനെ, ഈ പ്രിയപ്പെട്ട സംഘത്തെ മശായിഖന്മാരെ അഹ്ലിനെ തൊടാൻ നിനക്ക് കഴിയില്ല. ചെറിയൊരു കുഞ്ഞമ്മദ് ഈ ഒറ്റ ശ്വാസത്തിൽ ഇപ്പം എന്തെല്ലാം പറഞ്ഞു. ബഹുമാനപ്പെട്ട പേരോൾ ഉസ്താദിനെ മുഷാവറയിൽ ചെക്കാന്ന് വിളിക്കുന്നു, ശൈത്താനാണെന്ന് പറയുന്നു, എന്തെല്ലാം രൂപത്തിലാണ് പറയുന്നത്. ഏതാണെങ്കിലും ഇപ്പോൾ കുരുവട്ടൂരുകൾ നായ തൊട്ട കലം മാതിരി മാറ്റിവെച്ചതിൻ്റെ പിന്നിലുള്ള പേരോൾ ഉസ്താദാന്നുള്ള ആ ചെറിയൊരു ഈ ചക്കച്ചവണീൻ്റെ ഉള്ളിൽ കാസറ്റ് കുടുങ്ങിയെന്ന് പറയും നമ്മളെ നാട്ടിൽ. നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ വെച്ചാൽ അതിനനുസരിച്ച് അതിങ്ങനെ ഏമ്പളം തേച്ചുകൊണ്ടിരിക്കുകയാണ് അവന്. സത്യത്തിലുള്ളത് അതാണ്. അന്ന് കുടുങ്ങിയ ആ ബുദ്ധിമുട്ടുണ്ടല്ലോ, ആ ഏമ്പളം തേക്കൽ എപ്പോഴും തേക്കുന്നത്. പേരോൾ ഉസ്താദിനോടുള്ള ആ വൈരാഗ്യം, ആ വിരോധം, ഇതിനൊക്കെ ഈ നായ തൊട്ട കലം മാതിരി ഇറ്റിങ്ങളെ മാറ്റി വെക്കാണ്ടായ കാരണമൊക്കെ പേരോടാന്നുള്ളൊരു ധാരണയാണ് സത്യത്തിൽ ചെറിയൊരു കുഞ്ഞമ്മത്തിനുള്ളത്. അതിൽ നിന്നാണ് ഈ സംസാരങ്ങളൊക്കെ വരുന്നത്. ഇനി ചെറിയൊരു ഇത് നിർത്തിയോ? ഇല്ലല്ലോ. ഇപ്പം മെഷായിഖന്മാരുടെ മക്കൾ എന്ന് പറഞ്ഞാൽ ആകെയുള്ള കുറച്ച് മുമ്പിലുള്ള ബംഗാളികളും ഈ പറഞ്ഞ 4നും, പിന്നെ മെഷായിഖിൻ്റെ ബാപ്പ എപ്പോഴാണ് മോനായി ആവാം. ഈ സാധനമല്ലേ പാകുള്ളത്. ഇനി ഈ ശൈത്താന്റെ സംസാരം ഒന്നും കൂടി കേട്ടു നോക്കിട്ടോ. ആ പൂതിയൊക്കെ മനസ്സിലങ്ങ് വെച്ചേക്ക്. എന്താ ഊക്ക് ആളില്ലാത്ത പോസ്റ്റിലേക്ക് ഗോളടിക്കുക മുസാവറയിലെ ചെക്കനെ. അതെന്താ കുഞ്ഞമ്മേജ അങ്ങനെ പറഞ്ഞത്? ഇജ്ജ് മാത്രമേ പറഞ്ഞ് ദുബായിക്ക് പോയിട്ടുള്ളൂ, ഗ്ലോബൽ വില്ലേജിക്ക്. ബാക്കിയുള്ളവരൊക്കെ എൻ്റെ ഈ നാട്ടിൽ തന്നെ ഉണ്ട്. ആളില്ലാത്ത പോസ്റ്റല്ല, ആളുള്ള പോസ്റ്റായിരുന്നു. ഇജ്ജ് മാത്രമേ പോയിട്ടുള്ളൂ. വല്ല ബോധമല്ല എനിക്ക്? അതോ ഇജ്ജ് പോന്നപ്പോൾ പ്ലേറ്റിൽ നിന്ന് വല്ലതും കുടിച്ചോ? കാരണം എൻ്റെ സൽമാൻ്റെയും കോമാൻ്റെയും വേറുള്ളവരൊക്കെ കുടിക്കാറുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. നിങ്ങൾക്കത് ഷെയ്ഖിൻ്റെ നിർദ്ദേശപ്രകാരമാകുമ്പോൾ കുടി വല്ല പ്രശ്നമല്ലല്ലോ. ആ കുടിച്ചത് പള്ളൻ്റെ അകത്ത് തന്നെ കിടന്നോളൂ. ആരെടുത്താണ് ഇങ്ങോട്ട് പുറത്തേക്ക് വരരുത്, അത്രേ പറയുള്ളൂ. ഏതാണെങ്കിലും ബാക്കിയും കൂടി കേൾക്കുക. എൻ്റെ സംസാരം കേട്ടാൽ പകുതി കുടിക്കണ പോലെ മാതിരി ഉണ്ടാനും. പിന്നെ ഈ സാഹചര്യം അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് അതിന് ബോധ്യപ്പെടുന്നുണ്ട്. നാട്ടുകാർക്കും കൂടെ ബോധ്യപ്പെട്ടോട്ടെ. നടക്കൂല, ആ പരിപാടിയൊന്നും നടക്കൂല. ഇത്രയും ദിവസം ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട് ആ പരിപാടി നടന്നിട്ടില്ലേ? ഇന്നിപ്പോൾ നടക്കാൻ കഴിയാണ്ട് ഇജിപ്പോൾ വീൽ ചെയറിലാണ് പോകുന്നത്. ഉളുപ്പില്ലാത്ത ഷെയ്ത്താനെ. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ വ്യക്താകല്ലേ ഇയാള് പഴച്ചിട്ടുണ്ട്. പകൽ വെളിച്ചം പോലെ പേച്ചു എന്നുള്ള ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുക തന്നെയാണ്. നിങ്ങൾ കോമാണ്ടിയെയും സുലൈമാണ്ടിയെയും മറ്റുള്ള ആണ്ടിമാരെയൊക്കെയും ചേക്കുട്ടിപ്പാപ്പമാരാണ് എന്ന് പറഞ്ഞതോടുകൂടി പേച്ചു എന്ന് നമുക്കൊക്കെ ബോധ്യപ്പെട്ടതാണ്. അതിൻ്റെ അടുക്കല്ല എന്നെ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് എൻ്റെ ഷെയ്ഖിനെ പിടിച്ചത്. അന്നവിടെ ബീച്ചിലും മറ്റവനെ പാർക്കിലും മറ്റവനാണ് ജയിലിലും. അതോടുകൂടി നാട്ടിലുള്ള എല്ലാവർക്കും ബോധ്യപ്പെട്ടു കുരുവട്ടൂരി മതം എന്ന് പറയുന്ന ഈ സാധനം തന്നെ പേച്ചതാണ്. അതിൻ്റെ ജാള്യത മറക്കാൻ വേണ്ടി ചേക്കുട്ടി പിന്നെയും പോയി. ഇപ്പം അതിൻ്റെ പിന്നാലെ ഇജ്ജും പോയി.
ഇജ്ജ് പോയപ്പോൾ പണ്ട് കുഞ്ഞാപ്പ് പറഞ്ഞ മാതിരിയാ, മുമ്പക്കാണ്ട് പോകുമ്പോൾ തെങ്ങും കവുമൊക്കെ ബാക്കൊക്കെ എന്ന് പറഞ്ഞതുപോലെ ഇജ്ജ് ഒറ്റയ്ക്ക് പോയ ഇജ്ജ് മനസ്സിലാക്കിയത് ഗോള് ഇനിയിപ്പോൾ പോസ്റ്റിൽ ആരുമില്ല, കേരളത്തിൽ നിന്ന് എല്ലാവരും പോകുന്നെങ്കിലെന്നുള്ള പൊന്നാര ചെങ്ങായി ഇജ്ജ് മാത്രം പോന്നിട്ടുള്ളൂ. ആ ഓന്ത് നൗഷാദിനോടെങ്കിലും ചോദിച്ചോക്കെ, അല്ലെങ്കിൽ അളിയാൻ പമ്പേഴ്സ് ഉണ്ടല്ലോ, പമ്പേഴ്സിനോടെങ്കിലും ചോദിച്ചോക്കെ. ഇജ്ജ് മാത്രമേ പോയിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്, പൊന്മള ഉസ്താദൊക്കെ കള്ളത്തൊരി കത്തുകൾക്കെതിരെ പറഞ്ഞത്. പോട്ടെ, മുത്തുക്കോയ തങ്ങളും പറഞ്ഞിട്ടുണ്ട്, നജീബൂലിയനും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വേച്ച വിഭാഗം എന്നുള്ളത് മനസ്സിലാവുണ്ടോ? എന്നിട്ട് ഇപ്പം എല്ലാ 13 വർഷക്കാലം ഇപ്പം ശരിയാക്കി തരാം അറിഞ്ഞിട്ട് ആവനായിലെ സർവ്വ അമ്പ് കൊടുത്തിട്ട് തല കുത്തി മറിഞ്ഞ് കുഞ്ഞമ്മതും കൂട്ടരും നടത്തിയിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല. 13 വർഷക്കാലം. എന്നിട്ട് ഇപ്പം പുതിയത് തട്ടിയൊപ്പിക്കുക, ഗ്ലോബൽ വില്ലേജിൽ നിന്ന് പുതുതായിട്ട് ഉറ്റിക്കൊണ്ടതായിരിക്കും. ഇപ്പം പറഞ്ഞൊന്ന് കേട്ടു നോക്കി. ഇത്രയും കാലം പറഞ്ഞിട്ട് അതിലൊന്നും മേശനില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഓൻ പുതിയതൊന്ന് കൊണ്ടുവരികയാണ്. ഈ ശൈത്താൻ പറയുന്നൊന്ന് കേട്ടു നോക്കി. ഇത് ഈ പിഴച്ച ഈ ശൈത്താനിയത്ത് കുടികൊണ്ടിരിക്കുന്ന നിഴൽവാദിയായ പിശാചുവാദിയായ മൗലവിയിലും നമുക്ക് കാണാം. ഇയാളുടെ ഈ അസുഖം നിന്നലും തുടങ്ങിയതല്ല. അദ്ദേഹത്തിന്റെ പേരിന്റെ പുറകിൽ ഇപ്പോൾ ഒരു ബിരുദം കാണുന്നുണ്ടല്ലോ, ആ ബിരുദപ്പം ഞമ്മക്കുണ്ടായി. എന്തപ്പം നമ്മൾ ചെയ്യുക? ഈ ചെറിയൊരു കുഞ്ഞമ്മത് പറഞ്ഞ കള്ള ഷെയ്ത്താൻ പറഞ്ഞത് കേട്ടില്ലേ? ബഹുമാനപ്പെട്ട പേരോടുസ്ഥാനെ സംബന്ധിച്ചായി പറയണത്. സത്യത്തിൽ ഈ കള്ള ഷെയ്ത്താൻ കണ്ണാടിയിൽ നോക്കി പറയേണ്ട വാക്കാണ് അതൊക്കെ. പിന്നെ സക്കാഫി സ്ഥാനത്തുണ്ട്. അത് എനിക്ക് മാത്രമല്ല, ഹിദായത്തുള്ള സക്കാഫി എന്ന് പറഞ്ഞിട്ട് ലക്ഷദ്വീപിലൊക്കെ നടക്കുന്ന ഒരാളുണ്ട്. എടോ, നല്ലവർക്ക് വന്ന് പഠിക്കുന്ന സമയത്ത് പഠിച്ചു, സർട്ടിഫിക്കറ്റും തന്നു. അതിൻ്റെ ശേഷം ഏതെങ്കിലും ചേക്കുട്ടീൻ്റെ പിന്നാലെ പോയി നമ്മളെന്ത് ചെയ്യും? എനിക്കും ഇല്ലല്ലേ, എനിക്ക് മാത്രമല്ല പലർക്കും ഉണ്ടാവും. അത് പഠിച്ചിറങ്ങിയതിൻ്റെ ശേഷം നിങ്ങൾ കണ്ട ഷെയ്ക്കിൻ്റെ പിന്നാലെ പോയി ഏതെങ്കിലും കാടുകളും മോന്തിയിട്ടുണ്ടാവും. ഇജല്ലേ പറഞ്ഞപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഏജ് മോന്തലാണെന്നുള്ളത്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അന്ന് എന്താണോ പഠിച്ചത് അത് തന്നെയാണ് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന് പേക്കൂല. കാരണം എന്താ? അത് ദീനാണ്, ശരീഅത്താണ്, കിതാബാണ്, തെളിവുള്ളതേ പറയുള്ളൂ. എൻ്റെ മാതിരി തോന്നിയത് പറയുന്ന ആൾക്കാരല്ല. തോന്നിയത് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? ചേക്കുട്ടി പാപ്പാൻ്റെ നിർദ്ദേശപ്രകാരം പറഞ്ഞു വന്ന്. എന്നിട്ട് പിറ്റേന്ന് വന്ന് മാറ്റി പറയുമ്പോഴും ഇതേ ചേക്കുട്ടിയുടെ നിർദ്ദേശപ്രകാരം പറഞ്ഞു പോരും. നായികക്ക് 40 വട്ടം മാറ്റി പറയുന്ന എന്നെപ്പോലത്തെ ആൾക്കാരെ പിന്നാലെ കൂടാൻ കുറച്ച് ബംഗാളികളുണ്ടാകും. എൻ്റെ വെക്കുന്ന ചോറ് തിന്നാൻ വേണ്ടിയിട്ട് കുറച്ച് വാലാട്ടിപ്പട്ടികളും ഉണ്ടാകും. വേറെ ആരാ എൻ്റെ കൂട്ടത്തിലുള്ളത്? എന്നിട്ട് യാതൊരു എളുപ്പമില്ലാതെ വീണ്ടും ചിലക്കാണ്. എന്തപ്പോ നമ്മൾ ചെയ്യുക? അയാളിപ്പോൾ അങ്ങനത്തെ ഒരു കുരുത്തം കെട്ട രൂപത്തിലേക്ക് പോയി എന്ന് കരുതിയിട്ട് എല്ലാവരും അങ്ങനെ നമ്മൾക്ക് തള്ളാൻ കഴിയൂലല്ലോ. എൻ്റെ ഷെയ്ത്താൻ കുഞ്ഞമ്മതേ, നമ്മളും ഈ ഭൂമിയിൽ തന്നെ ഉള്ളത് എൻ്റെ ഈ കുത്തിത്തിരിപ്പുകളും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കുരുവട്ടൂരി കുഫരി സംഘത്തിൽ ചേർന്നതോടുകൂടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപക നേതാക്കളടക്കം ഇന്ന് വരെയുള്ള സർവ്വ ആലിമീങ്ങളും തള്ളിയിട്ടുണ്ട്. സർവ്വ ആലിമീങ്ങളുടെയും പാരമ്പര്യം ചെല്ലുന്നത് വഹാബികളാണെന്ന് നിങ്ങൾ പുലമ്പിയിട്ടുണ്ട്. നിങ്ങൾ മച്ചായിക്കന്മാരുടെ മക്കളാണെന്നും പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട AP ഉസ്താദിനെതിരെ പറഞ്ഞില്ലേ? ബഹുമാനപ്പെട്ട AP ഉസ്താദിൻ്റെ പ്രായത്തെ പോലും മാനിക്കാത്ത നിലയ്ക്ക് എൻ്റെ ചേക്കുട്ടി പാപ്പ പറഞ്ഞില്ലേയുള്ളൂ. ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങൾക്കെതിരെ നിങ്ങൾ പറയാറില്ലേ? നജീബുലർക്കെതിരെ അടുത്ത കാലത്ത് പറഞ്ഞില്ലേ? നിങ്ങളാകുന്ന പേപ്പട്ടികളുടെ വിഷബാധ ഏൽക്കാത്ത, വിഷയുടെ പല്ലേൽക്കാത്ത, ശതമേൽക്കാത്ത ഏത് ആലിമ കേരളത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ എൻ്റെ ചേക്കുട്ടീൻ്റെ തന്തയിച്ച് ബാക്കി എല്ലാവരും വെത്തുക്കു നിങ്ങൾ കടിച്ചിട്ടുണ്ടാവും. ആ തന്ത മാറി നോക്കട്ടെ, ആ തന്ത നിങ്ങൾ കടിക്കും. നിങ്ങൾക്ക് ആവും വലിപ്പേറൂലടാ. എന്താ മനസ്സിലാക്കിച്ച്? എന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ 13 വർഷക്കാലം തലകുത്തി മാറിയിട്ട് ഇപ്പോൾ പുതിയതൊന്ന് കൊണ്ടുവരിക. എന്താ ഇപ്പം പുതിയത് കൊണ്ടുവരുന്നത്? ആ പുതിയതൊന്ന് കേട്ടു നോക്കി. ഗ്ലോബൽ വില്ലേജിൽ നിന്ന് കൊടുന്ന ആ പുതിയ ലഗേജിൻ്റെ കെട്ട് ഉണ്ടായിക്ക കുഞ്ഞമ്മതേ പറയേ. അദ്ദേഹം ആ ബിരുദം നേടുന്നതിന് മുൻപ്, മർക്കസിൽ നിന്ന് സഖാഫിയാകുന്നതിന്റെ മുൻപ് കർണാടകയിലെ കുടുകിൽ പോയി അദ്ദേഹം മഹാനരായ ശൈഖുൽ മശായിഖ് റഈസുൽ മഹ്ബൂബീൻ സുൽത്താനുൽ ഔലിയാ ഖുത്ബുൽ ആലം ശൈഖുനാ മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനരായ മടവൂർ ശൈഖുനക്കെതിരെ സഭ്യേതരമായ ശൈലികൾ അദ്ദേഹം പ്രയോഗിച്ചിട്ടുണ്ട്. വളരെ മോശമായ രൂപത്തിൽ അദ്ദേഹം അന്ന് പ്രസംഗിച്ച പ്രസംഗം, അന്ന് ഓൺലൈൻ സംവിധാനങ്ങൾ ഇല്ല, വാട്സപ്പോ യൂട്യൂബോ ഇല്ല, അന്ന് CD പോലും ഇറങ്ങുന്ന കാലമല്ല.
അന്നത്തെ ആ സാഹചര്യം എന്താണ്? ഓലക്കാസറ്റുകളിൽ പ്രസംഗങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന കാലം. അന്ന് ആ പ്രസംഗം നടത്തിയ വ്യക്തി, ഈ പേരോട്ടുകാരൻ മൗലവിയുടെ പ്രസംഗം ഓലക്കാസറ്റിൽ റെക്കോർഡ് ചെയ്തു വെച്ചത് വന്യരായ മടവൂർ ശൈഖുനക്കെതിരെ മോശമായ പരാമർശം നടത്തിയ ആ പ്രസംഗം ഇദ്ദേഹത്തിന്റെ നാൾ വഴികൾ സമൂഹത്തിന്റെ മുമ്പിൽ കൃത്യമായി നമ്മൾ അവതരിപ്പിക്കുമ്പോ അതിന് വ്യക്തമായ തെളിവുകളുടെ പിൻബലത്തോടുകൂടെ മാത്രമാണ് മശായിഖന്മാർ അവരുടെ അടിമകളായ നമ്മളെ ഇതിനെ ഇറക്കി വിട്ടിട്ടുള്ളത്. കോമാണ്ടി ത്വരീഖത്തിൻ്റെയും സുലൈമാണ്ടി ത്വരീഖത്തിൻ്റെയും ബീരാണ്ടി ത്വരീഖത്തിൻ്റെയും അടിമകളല്ലല്ലോ, സത്യത്തിൽ കൈതകളല്ലേ. നിങ്ങളെ കൈതകളെ വിളിച്ചാൽ മതി എന്നല്ലേ ഉളുപ്പില്ലാതെ തന്നെ മറ്റേ നൗഷാദ് അടക്കം പ്രസംഗിച്ചത്. അപ്പോൾ സത്യത്തിൽ ഈ പറഞ്ഞ 3 ശൈത്താന്മാരുടെയും കൈതകളാണ് നിങ്ങൾ. ആ കൈതകളാകുന്ന നിങ്ങൾ മൈക്കളാണെന്നും പറയാറുണ്ട്. കാരണം ഈ 3 ശൈത്താന്മാർ തരുന്ന നിർദ്ദേശപ്രകാരം നിങ്ങൾ സംസാരിക്കാറുള്ളൂ. ഇത്രയും കാലം പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെ ആ നിർദ്ദേശപ്രകാരം. അതിനാണ് സൽമാൻ മൂലേർ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഇന്ത്യ പോയിട്ട് കേരളം പോയിട്ട് നിങ്ങൾക്ക് ഈ അരീക്കോട് പ്രദേശം പോലും നിയന്ത്രിക്കാൻ കഴിയൂല, അറിയില്ല. കാരണം കള്ള ഷെയ്ത്താനാണ് എൻ്റെ നേതാക്കൾ. സുലൈമാണ്ടി ആണെങ്കിലും കൊമാണ്ടി ആണെങ്കിലും ബീരാണ്ടി ആണെങ്കിലും മനസ്സിലാകണ്ട എനിക്ക്. ഇത്തരം കാലം നിങ്ങൾ ആ പറഞ്ഞ നിർദ്ദേശപ്രകാരം എന്ന് പറഞ്ഞ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ല, തോന്നിയത് പറഞ്ഞതായിരുന്നു. പച്ച നുണ. അതന്നെ ഇഞ്ഞും പറയാം. ഇപ്പം ഈ പറഞ്ഞത് നുണയാണ്, പറയാനിരിക്കുന്ന നുണയാണ്. പച്ച നുണ എന്ന് പറയും. കാരണം വല്ലതെങ്ങാനും എൻ്റെ കൈ കച്ചിത്തുറുമ്പായി കിട്ടിയെന്ന് വെച്ചാൽ ഈ 13 വർഷത്തിൻ്റെ മുമ്പിൽ ആവനായിലെ സർവ്വ അമ്പും പ്രയോഗിച്ച കൂട്ടത്തിൽ 1-ാം തുറയിൽ ഇത് പറയായിരുന്നു. എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇത് പുതിയത് ഉരുട്ടിക്കൊണ്ടുവരാണ് ഇവൻ. പച്ച നുണ. ഏതാണെങ്കിലും തെറിയൊരു ആശാൻ ഒന്നും കൂടി പറയട്ടെ. അന്യരായ ശൈഖുന ആളെ പറഞ്ഞയച്ചു. ആ ആര്? കൊമാണ്ടർ ചാലിൽ ആ കള്ള ഷെയ്ത്താനാണോ ആളെ പറഞ്ഞയച്ചിട്ടുള്ളത്? പ്രസംഗം റെക്കോർഡ് ചെയ്ത വ്യക്തിയുടെ അടുത്തുപോയി ആ ഓലക്കാസറ്റ് വാങ്ങി നേരെ കൊണ്ടുപോയി അത് പിന്നീട് നമ്മൾ CD-യിലേക്കാക്കി. ശേഷം നമ്മളത് പെൻഡ്രൈവിലേക്കാക്കി. പിന്നീട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ആക്കിയതൊക്കെ മെശായഖ്മാരുടെ നിർദ്ദേശാട്ടോ. ചേക്കുട്ടി പാപ്പ എന്ന് അവകാശപ്പെടുന്ന കോമാട്ട് ജാലിയിലും അതുപോലെ സുലൈമാണ്ടിയും ബീരാണ്ടിയും ഒക്കെ. അതിന് മുമ്പ് AI പ്രവർത്തനം വല്ലതും നടത്തുകളോ എന്നുള്ളത് ഈ ഷെയ്ത്താൻ പറഞ്ഞിട്ടുമില്ല കേട്ടോ. ഞാൻ ബലപ്പെട്ട് സംശയിക്കുകയാണ് AI അതിൻ്റെ അടുക്ക് ഷെയ്ത്താനായി വന്നിട്ടുണ്ടാവാം. ഈ 3 ഷെയ്ത്താന്മാരുണ്ട്, കൂട്ടത്തിൽ 4-ാമത്തെ ഷെയ്ത്താനും കൂടി ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതോ ആവട്ടെ, പറയട്ടെ ഷെയ്ത്താൻ. അത് നമ്മൾ വളരെ വ്യക്തമായി സൂക്ഷിച്ചു. പക്ഷേ നമ്മൾ പലപ്പോഴും ഇദ്ദേഹത്തിന്റെ കപടമുഖം വലിച്ചു കീറാൻ വേണ്ടി വന്യരായ നമ്മുടെ മശായിഖന്മാരോട് അതൊന്ന് കേൾപ്പിക്കട്ടെ എന്ന് ചോദിച്ച സമയത്ത് നമ്മുടെ കരളിന്റെ കഷ്ണങ്ങളായ മശായിഖന്മാര് നമ്മളോട് പറഞ്ഞ വാക്കുണ്ട്. നല്ല കഥ. പേരോട് ഉസ്താദിനെതിരെ ഒരു ക്ലിപ്പുണ്ട്, പറയട്ടെ എന്ന്. ഈ ഷെയ്ത്താന്മാർ ഇബിലീസിന് ചോദിച്ചപ്പോൾ ഇബിലീസുകൾ പറഞ്ഞാലോ അങ്ങനെ പുറത്തേക്ക് വിടാൻ പാടില്ല. ആര് വിശ്വസിക്കണ ചങ്ങായി? ഇത് 13 വർഷമായി എന്ത് വിഷയത്തിലൊന്ന് തുമ്പിയിട്ടുണ്ടെങ്കിൽ, ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ, ഒന്ന് കാർക്കിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ചാൽ, ഒന്ന് ചിറിച്ചാൽ, എന്തിനധികം ഒന്ന് നോക്കിയാൽ പോലും കുറ്റം കണ്ടെത്തുന്ന 3 ഷെയ്ത്താന്മാരാണ് അങ്ങക്കുള്ളത്. ആ ഷെയ്ത്താന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് ബാക്കി ഇഫ്രീത്ത് അടക്കമുള്ള എൻ്റെ വലിയ ആ ഒതുക്കങ്ങളുള്ള ഷെയ്ത്താനും പമ്പേസ് മൗലവി അടക്കമുള്ള ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എൻ്റെ ഷെയ്ത്താൻ പറയുക എന്നോട് ഈ പേരോട് ഉസ്താദിനെതിരെ കിട്ടിയത് പറയണ്ടെന്ന്. അതെന്നെ ഹക്കീമിൻ്റെ ബാപ്പാനോട് ചെന്ന് പറയേണ്ടി വരും. ഓം ചിലപ്പോൾ വിശ്വസിക്കും. കാരണം ചങ്ങായിയാണ്. അന്ന് ബഹുമാനപ്പെട്ട AP ഉസ്താദിൻ്റെയും ഉള്ള തങ്ങൾ പാപ്പാൻ്റെയും കൂടെ ചേരാൻ വേണ്ടി CM വലുതായി പറഞ്ഞു എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞതിൻ്റെ ദിവസം ഇപ്പം അങ്ങനെ എല്ലാമെന്ന് പറയാനും വേണ്ടിയിട്ടും ഓൽക്കന്ന് മാർക്കം കഴിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഹക്കീമിൻ്റെ ബാപ്പയാണ് നായികക്ക് 40 മാറ്റി പറയാം. അത് ഓനോട് പറയേണ്ടി വരും. വേറെ നാട്ടുകാർക്കൊക്കെ തിരിയും ഞാൻ പറഞ്ഞ പച്ച നുണയാണെന്നുള്ളത് ചങ്ങായി. മനസ്സിലാകണ്ടോ? പച്ച നുണജായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുരുവട്ടൂരി കള്ളത്തൊരീക്കത്തിൻ്റെ ഷെയ്ത്താന്മാർ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ട് എത്ര കൊല്ലം ആക്രാന്തട്ട് സംസാരിച്ചിട്ടും ഒരു കാര്യമില്ല. എന്താ മനസ്സിലാക്കി? 13 വർഷക്കാലം തല കുത്തി മറിച്ചിട്ട് വല്ലതും സംഭവിച്ചോ? ഇല്ല. ഇനി പറഞ്ഞാൽ അങ്ങോട്ട് വല്ലതും സംഭവിക്കോ? ഇല്ല. നിങ്ങളൊക്കെ ഓരോന്ന് കാഫറായി ചത്തുപോകും. ഇപ്പം തന്നെ കാഫറാണ്, ഇനിയിപ്പോൾ ചത്തി പോകണം കൂടി അങ്ങാണ്ടാവുള്ളൂ. മാലോകരൊക്കെ കാണും. എന്താ മനസ്സിലാക്കിയത്?
എൻ്റെ ചേക്കുട്ടി പാപ്പയും സുലൈമാൻ്റെയും വേറുള്ളൊക്കെ എന്നെ വഞ്ചിച്ചുകൊണ്ടും എൻ്റെ ബാക്കിയുള്ള പിന്നെ ഇവൻ്റെ ഒതുക്കുങ്കലും നൗഷാദും പമ്പയത്തിനെയും പറ്റിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കി ഓരോ സുഖവാസത്തിന് പോകുക എന്നുള്ള പോലും ബുദ്ധി ഇല്ലാതെ എനിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലല്ലോ, തലച്ചോറില്ലല്ലോ എനിക്ക്. ഞാൻ എപ്പോഴും എന്നോട് പറയുന്നത് തലച്ചോറിൻ്റെ സ്ഥാനത്ത് നായിക്കാട്ടെങ്കിലും ഉണ്ടോ എനിക്ക്? ഇല്ലല്ലോ. ഉളുപ്പില്ലാതെ സുന്നികൾക്കെതിരെ പറയാൻ, പേരോട് ഉസ്താദിനെ പറയാൻ, പെരുമൾ ഉസ്താദിനെതിരെ പറയാൻ, സുന്നത്ത് ജമാഅത്തിനെതിരെ, സമസ്തക്കെതിരെ പറയാൻ ഉളുപ്പുണ്ടോ എനിക്ക്? ഇതുപോലെ 4 പിന്നെ അന്തം കെട്ട കുട്ടികളെ മുമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സുന്നത്ത് ജമാഅത്ത് പറയുന്നതിന് പകരം ആരിമ്യങ്ങളെ പച്ചർച്ചയുടെ ഹംകേജ് പറയുന്നത് എന്താ മനസ്സിലാക്കി? തൊള്ളട്ട് 4 ഷെയ്ത്താനെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ സുന്നികളാണ് പതറൊന്ന് മനസ്സിലാക്കിയോ? കാരണം എന്നെ ഈ നിയന്ത്രിക്കുന്ന ജിജാതിക്ക് സംസാരിക്കും, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സംസാരിക്കേണ്ടി വരുന്നു കേട്ടോ, അത് മനസ്സിലാക്കിക്കോ. എൻ്റെ ഷെയ്ഖ് പറഞ്ഞ ഷെയ്ത്താനാണ് 3 ഷെയ്ത്താന്മാർ, കോമാണ്ടി, ബിരാണ്ടി, സുലൈമാണ്ടി. ഈ 3 ഷെയ്ത്താന്മാരാണ് ഞങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഷെയ്ത്താൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലുള്ളത്തോളം കാലം എൻ്റെ ഭാഷാ പ്രയോഗം ഇതന്നായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പ്രതികരിക്കാൻ വരുമ്പോൾ എൻ്റെ ഭാഷ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഈ മനസ്സിലാക്കിക്കൊള്ളേണ്ടേ, എന്താ മനസ്സിലാക്കിച്ച്? അപ്പോൾ ചെറിയൊരു കുഞ്ഞമ്മത് ലഗേജൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഇപ്പോൾ ചെന്നിട്ട് നേരെ ഒരു കരിക്കട്ടെടുത്തിട്ട് ചോരുമലൊന്ന് വരച്ചു നോക്കുക. വരച്ചിട്ട് അവിടെ ഇങ്ങനെ നിന്നിട്ട് എൻ്റെ തലേൻ്റെ നേരെ വരച്ചിട്ട് 2 അടി മുമ്പ് നിന്നിട്ട് ചെറിയൂരെ ഒന്ന് നോക്കുക. അതാപ്പം എൻ്റെ നീളം, അത് മനസ്സിലാക്കണം.